നമ്മള് സാധാരണ പിന്നെ ഞാൻ എല്ലാ വീഡിയോയിലും കളിയാക്കിക്കൊണ്ട് പറയുന്നൊരു കാര്യമുണ്ട്. അതായത് വീട്ടിലെ ചെടിയും കാടൊക്കെ എടുത്തിട്ട് വീഡിയോ എടുത്തിട്ട് കഴിഞ്ഞാലൊന്നും കാര്യമില്ല എന്ന് പറയാറുണ്ടെങ്കിലും അതില് ഒരു മാറ്റം വന്ന അല്ലെങ്കിൽ വീട്ടിലെ ഇതുപോലെ ചെടികളും മറ്റൊക്കെ കാണിച്ചിട്ട് മോണിറ്റൈസേഷൻ ആയി. ആ മോണിറ്റൈസേഷൻ ആയിന്ന് മാത്രമല്ല അതിൻ്റെ കൂടെ പിന്നെ ചെറിയൊരു ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഇത് എങ്ങനെയാണ് ഈ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തതെന്നുള്ളത് പിന്നെ നമുക്ക് നേരിട്ട് കേൾക്കാം. ഇന്നിപ്പോ നമ്മുടെ കൂടെയുള്ളത് മിത എന്നാണ്. മഹമൂദ എന്നാണ് പേര്. നമ്മള് മിത എന്നൊക്കെയാണ് വിളിക്കുക. എന്തായാലും ആ ആള് ഡയറക്റ്റ് തന്നെ കാര്യങ്ങൾ പറയും. അപ്പം ഒന്ന് പരിചയപ്പെടുത്തിക്കോ. ആരാ, എന്താണ്, എവിടെയാണ് സ്ഥലം എന്നൊക്കെ ഒന്ന് പറഞ്ഞു. ഞാൻ മഹ്മൂദ. എന്നെ മാമൂദ എന്ന് വിളിക്കുന്നത് എന്റെ ഉപ്പ മാത്രാണ് ട്ടാ. ഉപ്പ മാത്രാണ് മാമൂദ എന്ന് വിളിക്കുക. എന്റെ പേര് മഹ്മൂദ എന്നാണ്. മാസ്റ്റർ മിത എന്നാണ് ചാനലിന്റെ പേര്. പിന്നെ ഏഹ്, ഞാൻ മോണിറ്റൈസേഷൻ ആയതിനു ശേഷമാണ് ഏത് കണ്ടന്റ് എന്നൊക്കെ തീരുമാനം വന്നത് തന്നെ. ഒരു വർഷം എടുത്തു മോണിറ്റൈസേഷൻ ആവാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ അതിനു മുന്നേ സാറിന്റെ ചാനൽ കാണുകയും വീഡിയോസ് ഒക്കെ നന്നായി വാച്ച് ചെയ്യുകയും ചെയ്യായിരുന്നു. പക്ഷെ എനിക്ക് തമ്പനയിലും കാര്യങ്ങളൊന്നും നന്നായിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് എന്ത് കണ്ടന്റ് ചെയ്യാന്നും അറിയണ്ടായിരുന്നില്ല. ഉം, ഞാനപ്പോ കൂടുതലൊന്ന് റീച്ച് തരുന്ന ഒരു നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടന്റ് ആണ് തെരഞ്ഞെടുത്തത്. ഗാർഡനിങ്, നമുക്ക് നമ്മുടെ ചുറ്റിലുള്ള ഒരു സംഭവം എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയം തെരഞ്ഞെടുക്കുകയാണ് ഞാൻ ചെയ്തത്. ഗാർഡൻ വീഡിയോസ് ആണ് അതിൽ കൂടുതലായിട്ടും ചെയ്യുന്നത്. എനിക്ക് ഓർമ്മയുണ്ട്. കാരണം എന്റെ ചാനലിൽ സ്ഥിരമായിട്ട് കമന്റ് വരുന്ന ഒരാള്. അതൊരു ബ്ലാക്ക് പ്രൊഫൈലുള്ള ഇത് എനിക്ക് എപ്പോ ഓർമ്മയുണ്ട്. കാരണം എല്ലാ വീഡിയോന്റെ താഴെയും കമന്റ്സ് വരാറുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് നമ്മൾ ആദ്യമായിട്ട് അന്ന് മെറ്റ എഐന്റെ ഒരു ആനിമേഷൻ വെച്ചിട്ട് തുടങ്ങിയത് ശേഷം കുറച്ച് വ്യൂസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? ഞാന് 2024 ഞാൻ സാറിന്റെ 2023 മുതൽ സാറിന്റെ ചാനൽ കാണുന്നതാണ്. എന്താന്ന് വെച്ചാല് നമ്മുടെ മോൾക്ക് വേണ്ടിയിട്ട്, അവളുടെ ചാനലിന് വേണ്ടിയിട്ട്, അങ്ങനെ അതിന്റെ കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ സാറിന്റെ ചാനൽ കാണുന്നതും വീഡിയോസ് കമന്റ് ഒക്കെ ഇടുന്നത്. അന്ന് ഞാൻ ചാനലൊന്നും തുടങ്ങിയിട്ടില്ല. പിന്നെ 2024 മോളിലെ ചാനൽ മോണിറ്റൈസേഷൻ ആയി. അത് ഷോർട്സ് ചാനലാണ്, ആനിമേഷൻ ചാനലാണ്. പിന്നെ അതിന് ശേഷം ആണ് നമ്മൾ ചാനൽ 2024 ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. അത് എന്നിട്ട് ഒരു 25 ആകുമ്പോഴാണ് മോണിറ്റൈസേഷൻ ആയതും. അതിന് ശേഷം അതുവരെ ഞാൻ സാറിന് ഇങ്ങനെ എപ്പോഴും കമന്റ് ഇടുമായിരുന്നു. എപ്പോഴും ഇങ്ങനെ കമന്റ് ഇടും. അപ്പൊ സാറ് എന്റെ ചാനലിൽ പോരായ്മകള് പറഞ്ഞിട്ട് എനിക്ക് എന്റെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് സാറും കമന്റ് ഇടുമായിരുന്നു. അങ്ങനെ ഞാൻ ഗ്രൂപ്പിൽ ചേർന്നു. ഗ്രൂപ്പിൽ ചേർന്നതിന് ശേഷം തമ്പനയിൽ റെഡിയാക്കി. പിന്നെ സാർ ഇങ്ങനെ ഗ്രൂപ്പിൽ AI പറ്റിയിട്ട് പറയുമായിരുന്നു. അപ്പൊ എനിക്ക് അതിനെ പറ്റിയിട്ട് ഐഡിയ ഇല്ല. നമ്മുടെ ചാനലിൽ അതെങ്ങനെ കൊണ്ടുവരും എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ഐഡിയ എനിക്ക് ഉണ്ടായിരുന്നില്ല. സാപ് സ്റ്റോക്സിൻ്റെ പുതിയ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് തുടങ്ങുകയാണ്. യൂട്യൂബിൻ്റെ കാര്യങ്ങൾ പഠിച്ച് സക്സസ് ആവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതിൽ ജോയിൻ ചെയ്യാം. എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഈ ഗ്രൂപ്പിലൂടെ ലഭിക്കുക എന്ന് പറയാം. നിങ്ങൾക്ക് യൂട്യൂബായി ബന്ധപ്പെട്ട എന്ത് സംശയം ഉണ്ടെങ്കിലും ഗ്രൂപ്പിൽ ചോദിക്കാം. മാസത്തിൽ കുറഞ്ഞത് ഒരു പ്രാവശ്യമെങ്കിലും നടക്കുന്ന ഓൺലൈൻ മീറ്റിലൂടെ കൂടുതൽ പഠിക്കാം. സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാനും വാച്ച് അവർ കൂട്ടാനും മാത്രമായി ആരും ഗ്രൂപ്പിൽ ജോയിൻ ആയിട്ട് കാര്യമില്ല. കാരണം യൂട്യൂബിലെ താൽക്കാലിക വിജയമല്ല ഗ്രൂപ്പിൻ്റെ ലക്ഷ്യം. താല്പര്യമുള്ളവർക്ക് താഴെയുള്ള ലിങ്കിൽ കയറി രജിസ്റ്റർ ചെയ്യാം. താങ്ക് അങ്ങനെ ഞാന് ഒരു ദിവസം നമ്മുടെ മെറ്റ AI വെച്ചിട്ട് ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് തമ്പനയിൽ ഉണ്ടാക്കാൻ നോക്കിയത്. തമ്പനയിലാണ് ഉണ്ടാക്കാൻ നോക്കിയത്. പക്ഷെ അത് എനിക്ക് വീഡിയോസ് ആയിട്ടാണ് വന്നത്. അത് എങ്ങനെ വരുമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷെ അത് വീഡിയോസ് ആയിട്ട് വന്നപ്പോഴാണ് എനിക്ക് സാറ് അന്ന് പറഞ്ഞ കാര്യമാണല്ലോ ഇത് എന്നുള്ളത്. എനിക്ക് അങ്ങനെയാണ് എന്റെ ചാനല് ശരിക്കും വ്യൂസ് വരാൻ തുടങ്ങി. അതിന് മുന്നേ വ്യൂസ് ഉണ്ട് ട്ടാ. വ്യൂസ് അതിന്റെ മുന്നേ സാറ് പറഞ്ഞ കുറെ കാര്യങ്ങളിൽ കൂടെ വന്നിട്ടുണ്ട്. അത് ആക്സിഡന്റലി പിന്നെ ഒരു വീഡിയോ ക്രിയേറ്റ് ആയി. അപ്പൊ അതിങ്ങനെ എന്തോ ചട്ടി പിടിച്ചൊക്കെ ഞാൻ കണ്ടു പെട്ടെന്ന്. പക്ഷെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അത് ഫസ്റ്റ് കണ്ടപ്പോൾ ആൾക്കാർ പെട്ടെന്ന് ഇതെന്താണെന്നൊക്കെ അറിയാൻ വേണ്ടി വന്ന് അതിനാണ് ഫാൻസ് വന്നത്. അതൊരു അത് ക്ലിക്കായി. പക്ഷേ വേറെ കാര്യമാണ്. ഇപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോ കാണുന്ന ആൾക്കാർ വിചാരിക്കും ഇനി നാളെ മുതൽ ഞാൻ AI ചെയ്ത് ഞാൻ സക്സസ് ആവും എന്ന് വിചാരിക്കും. അങ്ങനെ വിചാരിക്കണ്ട. കാരണം ഇത് ആക്സിഡന്റലി സംഭവിച്ചതാണെങ്കിലും ഈ സംഭവം നല്ല രസമുണ്ടായിരുന്നു. ആദ്യം ചട്ടി പിടിക്കുന്നത് ഇങ്ങനെ പ പക്ഷേ എനിക്ക് തോന്നുന്നല്ലേ നമ്മൾ ഉദ്ദേശിച്ചതൊന്നല്ല വരിക. പാത്രം ചട്ടി പിടിച്ചാൽ അത് മാറി വേറെന്തൊക്കെയോ ആവും. അങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായിരുന്നു. എന്നാൽ പോലും വലിയ കുഴപ്പമില്ലാതെ നമ്മൾ നടക്കുന്നതൊക്കെ ഇങ്ങനെ പാറിപ്പോകുന്ന പോലെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ചില വീഡിയോയിൽ. ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇതൊക്കെ കാണുമ്പോൾ ആളുകൾക്ക് എന്തോ ഒരു ക്യൂരിയോസിറ്റി തോന്നിയിട്ട് കേറി നോക്കിയിട്ടുണ്ട് ഒരുപാട് ആൾക്കാര് എന്നാണ് തോന്നുന്നത്. അതിനാകെ ഒരു
21 സെക്കൻഡ് ഒക്കെ കിട്ടുള്ളൂ. നമ്മൾ അത് വെക്കുള്ളൂ. അതിന്റെ ഇൻട്രോ മാത്രമാണ് AI വെച്ചിട്ട് ചെയ്യുന്നത്. എല്ലാവരുടെ വിചാരം അത് ഫുള്ള് AI ആണെന്ന്. ഞാൻ ആ, ഒറിജിനൽ ആയിട്ട് വന്നാലും അത് AI ആണെന്നാണ് വിചാരിക്കുന്നത്. അപ്പോ ഒരു ഒരു ചിലതൊക്കെ 15 സെക്കൻഡ്, മാക്സിമം ഒരു 20 സെക്കൻഡ്, 30 സെക്കൻഡിൽ കൂടൂല. അങ്ങനെ. ചാനലിലെ ടോപ്പിക് എന്തായിരുന്നു? എന്തിനെ കുറിച്ചിട്ടായിരുന്നു ചെയ്യുന്നത്? കാരണം എനിക്കറിയാം, ഈ കാണുന്ന ആൾക്കാർക്ക് അറിയാം. ഞാൻ പലതും നമ്മള് സാധാരണ ഒരു വർഷത്തോളം ഞാൻ സാധാരണ ടോപ്പിക്കായിരുന്നു. പിന്നെ വാച്ച് അവർ ഒന്നും അതിൽ കിട്ടാത്ത കാരണം ഞാൻ ലൈവ് ചെയ്തിട്ട് എന്റെ ഫ്രണ്ട്സുകൾ ഉണ്ടായിരുന്നു കുറെ, എന്റെ നാട്ടിലെ ഫ്രണ്ട്സുകളും പിന്നെ യൂട്യൂബിലുള്ള കുറെ ഫ്രണ്ട്സുകളൊക്കെ കൂടിയിട്ട് അവർ എന്റെ ലൈവ് ഫുള്ള് വാച്ച് ചെയ്യും. ഉം. അങ്ങനെയാണ് ഞാൻ മോണിറ്റൈസേഷൻ ആയി വാച്ച് അവർ കംപ്ലീറ്റ് ആക്കിയത് അങ്ങനെയാണ്. പിന്നെ നമുക്ക് കണ്ടന്റ് ഒന്നും ഇല്ലാത്ത കാരണം എപ്പോഴൊക്കെയോ ചെയ്ത ഒരു ഗാർഡന്റെ വീഡിയോസ് പോപ്പുലർ ആയിട്ട് കിടക്കുന്നുണ്ട്. അങ്ങനെയാണ് പിന്നെ നമ്മൾ ഗ്രൂപ്പിൽ വന്നതിന് ശേഷം സാറല്ലേ പറഞ്ഞത് എനിക്ക് ഗാർഡൻ വീഡിയോസ് ചെയ്താൽ പോപ്പുലർ ആയിട്ടുള്ള ചെയ്യാൻ പറഞ്ഞപ്പോ അങ്ങനെ ഗാർഡൻ സെലക്ട് ചെയ്തത്. ഗാർഡൻ വീഡിയോസ് ആണ് ഇപ്പൊ ചെയ്യുന്നത്. കൃഷിയുണ്ട്, ഇപ്പൊ കൃഷിയുണ്ട്, ടെറസ് കൃഷിയാണ്. നമ്മൾ അതിന് ചാനലിന് വേണ്ടിയിട്ട് ഒരു ടെറസിൽ ഒരു കൃഷി സ്റ്റാർട്ട് ചെയ്തു. അത് സെറ്റപ്പായി. അതിപ്പോ നല്ല സെറ്റപ്പാണ്. നമുക്ക് അത്യാവശ്യം പച്ചക്കറി ടെറസ് ചെയ്യുന്നു. ഇപ്പൊ ഇന്നും കൊറേ പയറ്, നല്ല പയറ്. നമ്മള് വിത്ത് എന്ന് പറഞ്ഞാൽ മേടിച്ചിട്ടല്ല, അത് നമ്മള് വെറുതെ ഫ്രീ ആയിട്ട് നമ്മൾ മുളപ്പിച്ചുണ്ടാക്കുന്നതാണ് നമ്മുടെ വീട്ടിലെ പച്ചക്കറിയിൽ നിന്ന്. അതാണ് എന്റെ കണ്ടന്റ്. 0 കോസ്റ്റിൽ നിന്നും എങ്ങനെ കാശുണ്ടാക്കാം. അല്ല, മോണിറ്റൈസേഷൻ ആയിട്ട് ഇപ്പൊ പൈസ കിട്ടിയോ? മോണിറ്റൈസേഷൻ ആയിട്ട് ഒരു 2 മാസം എല്ലാ മാസം കിട്ടുന്നുണ്ട്. എന്റെയും മോളുടെയും കൂടിയിട്ട്, രണ്ടാളും കൂടി. ഏകദേശം എത്ര കിട്ടും? ഒരു 20, അല്ല, അതിന്റെ അബൌട്ട് 20,000 അബൌട്ട് കിട്ടുന്നുണ്ടോ? ഞാനിപ്പോ അതിന്ന് ഒരു 30,000 രൂപ വെറുതെ ഉണ്ടാക്കി. എനിക്ക് സ്വന്തമായിട്ട് 30,000 രൂപയുടെ മേലെ കിട്ടിയിട്ടുണ്ടാവും. മൊത്തത്തിലാ? മൊത്തത്തില്. മൊത്തത്തിൽ 30,000 കിട്ടി. അല്ല, ഇതിപ്പോ കമ്പാരിറ്റീവ്ലി കുറവാണ്. കാരണം നമ്മുടെ ഗ്രൂപ്പിലെ ആൾക്കാർക്കൊക്കെ ലക്ഷങ്ങളൊക്കെ കിട്ടുന്ന ആൾക്കാരുണ്ട്. 50,000, അത് 60,000 ഒക്കെ കിട്ടുന്ന വേറല്ലേ. അത് പറഞ്ഞാ അവര് സ്റ്റോറി എന്ന് പറഞ്ഞാല് നമ്മള് എന്ന് പറഞ്ഞാ നമുക്ക് അധികം ടൈം സ്പെൻഡ് ചെയ്യണ കാര്യമില്ല. കാരണം എന്താ പറയാ, ഫ്രീ ആയിട്ട് കിട്ടുന്ന കുറച്ച് സമയത്താണ് ഞാൻ ഈ ഒരു സംഭവം. എന്താണ് ഇതിന്റെ ബിസിനസ്? പുതിയ ബിസിനസ് കുറിച്ചിട്ട് എന്താണ് എന്റെ അതിനോട് കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളത്. എങ്ങനെ പോകുന്നു ബിസിനസ്? എന്താണ് ബിസിനസ് എന്നൊന്ന് പറയും. ബിസിനസ് തന്നെ. നമ്മള് ചെടികളെ പറ്റിയിട്ട് വീഡിയോസ് ചെയ്യുന്ന സമയത്ത് ആ വീഡിയോസിൽ കാണുമ്പോൾ ആൾക്കാർ ചോദിക്കും ഇത് കൊടുക്കുന്നുണ്ടാന്ന്. അങ്ങനെ അപ്പോ സാറ് തന്നെ ഇടയ്ക്ക് പറയാറുണ്ടല്ലോ ഈ വീഡിയോ നമുക്ക് നമ്മുടെ ചാനൽ ബിസിനസ് ആക്കി മാറ്റാം. അങ്ങനെ പിന്നെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടൽ തുടങ്ങി. ഇത് നമ്മൾ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ നമ്പർ വെച്ചിട്ട് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാൻ തുടങ്ങിയപ്പോ എനിക്ക് കുറച്ച് കിട്ടി. നമുക്ക് കൊറിയർ അയക്കാനും ഉള്ള സൗകര്യം ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്. അങ്ങനെ ചെടികൾ തന്നെയാണ് നമ്മൾ അയച്ചു കൊടുത്തത്. ഈ ചെടികൾ പറയുമ്പോ ഏത് ചെടിയാണ്? ചെടി എന്ന് പറയുമ്പോ എല്ലാവർക്കും ഇൻഡോർ പ്ലാന്റ്സിനോടൊന്നല്ലല്ലോ താല്പര്യം. എന്റെ കയ്യിലുള്ളത് നമ്മളെ മധുരക്കിഴങ്ങ്, അതുപോലെ പൊന്നാങ്കണ്ണി, അതുപോലെ വിത്തുകള്, അതൊക്കെയാണ് ആൾക്കാർക്ക് താല്പര്യം. പിന്നെ ഈ ഇല്ലാത്ത സാധനം ഈ നമ്മുടെ ഇതുണ്ടല്ലോ കസ്തൂരി മഞ്ഞള്, ഇതൊക്കെ ഞാന് വെറുതെ നമ്മൾ അങ്ങനത്തെ വെറൈറ്റി സാധനങ്ങൾ ആണ് ആൾക്കാർക്ക് ആവശ്യം. ഈ അവരിൽ ഇല്ലാത്ത റയറായിട്ട് ഇൻഡോർ പ്ലാന്റ്സിനോടും അതൊന്നും അങ്ങനെ വന്നു തുടങ്ങിയിട്ടില്ല. മണി പ്ലാന്റിനൊക്കെ ആളുണ്ട്, പക്ഷെ ആൾക്കാർക്ക് ആവശ്യം ഈ സംഭവങ്ങളാണ്. അതുപോലെ വേപ്പ്, അതിന്റെ വീഡിയോസ് എനിക്കിപ്പോ ഒരു വേപ്പിന്റെ വീഡിയോ നല്ലൊരു വ്യൂ കിട്ടിയതാണ്. അപ്പൊ മിക്ക ആൾക്കാർക്കും അത് പിടിക്കില്ല വേപ്പ്. അപ്പൊ അവര് വേപ്പ് അയച്ചു കൊടുക്കാൻ പറയും. നമുക്ക് വേപ്പ് നമ്മള് എന്തോ ഒരു ഭാഗ്യം കൊണ്ട് എനിക്ക് പിടിക്കുന്നുണ്ട് അല്ല, വേപ്പ് വെക്കുമ്പോ. ഞാൻ ചോദിക്കട്ടെ, പിന്നെ എന്നോട് പറഞ്ഞത് എനിക്കിങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം ചാനലിന് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പോ ഒരു ചെറിയ രീതിയിലെങ്കിലും, ഇപ്പൊ നമുക്ക് 2-3 ഓർഡർ എങ്കിലും ആയാലും കിട്ടുമ്പോ എന്ത് തോന്നുന്നു? അങ്ങനെ ഒരു ഓർഡർ ഒക്കെ വരും. എന്നോട് ബിസിനസിന്റെ കാര്യം പറഞ്ഞത് എന്റെ മൂത്ത ബ്രദറാണ്. എനിക്ക് ഇങ്ങനെ ബിസിനസ്സും കൂടി ചെടിയുടെ അല്ലേ ചെയ്യണത്, അപ്പൊ നഴ്സറി ആയിട്ട് കണക്ട് ചെയ്ത് തരാം. ബിസിനസ് മൂപ്പര് MBA പഠിച്ച ആളാണ്, MBA കഴിഞ്ഞ ആളാണ്. ഷാർജയിൽ വർക്ക് ചെയ്യുന്നത്. അപ്പൊ പറഞ്ഞ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തോളൂ. അപ്പൊ ഞാൻ സാറിനോട് അതാണ് ചോദിച്ചത്, നമുക്ക് ഇതിങ്ങനെ ചെയ്യാൻ പറ്റുമോ. അപ്പൊ സാറ് പറഞ്ഞതിനനുസരിച്ചിട്ടാണ് പിന്നെ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റും ഒക്കെ ചെയ്യാൻ തുടങ്ങിയത്. പോസ്റ്റ് ഇടാൻ തുടങ്ങിയപ്പോ എനിക്ക് ആളുകൾ വിളിക്കാൻ തുടങ്ങി. കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ട് നമ്പർ വെച്ചിട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോ ആളുകൾ വിളിക്കാൻ തുടങ്ങി. അപ്പോ ഒരു 2-3 കൊടുത്തയച്ചു. വലിയ കുഴപ്പമില്ല. ഫസ്റ്റത്തെ എനിക്ക് കൊറിയർ ചാർട്ടിന്റെ ചെറിയൊരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. വേറെ പ്രശ്നങ്ങളൊന്നും, ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതല്ലേ, വേറെ പ്രശ്നങ്ങളൊന്നും കൊടുത്തയക്കണേൽ കിട്ടിയതും അവർ താങ്ക്സ് ഒക്കെ പറഞ്ഞ് അവിടെ എത്തിയപ്പോ
അവര് ഫോട്ടോ ഒക്കെ വിട്ടുതന്നിട്ടുണ്ടായിരുന്നു. ചെടികൾക്കാണ് ഡാമേജ് ഒന്നും ഉണ്ടായില്ല. ഈ 2-3 കൊടുത്തപ്പോ എന്ത് തോന്നി? 2 കൊടുത്തപ്പോ കോൺഫിഡൻസ് വന്നു. ഇനിയിപ്പോ എത്ര വേണമെങ്കിലും കൊടുക്കാം. നമുക്ക് ചെയ്യാം. ആദ്യത്തെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഇത് ദൂരത്തേക്കാണ് അയക്കുന്നത്. നമ്മുടെ ഈ എറണാകുളം ജില്ലയിൽ നിന്ന് നമ്മൾ വേറെ അപ്പുറം ജില്ലകൾക്കാണ് അയക്കുന്നത്. തിരുവനന്തപുരത്തേക്ക് പോയി, പിന്നെ കോട്ടയം ആണ്. അപ്പൊ അവിടേക്ക് 3 ദിവസം പിടിക്കും നമ്മൾ കൊറിയർ അയക്കുമ്പോ. പിന്നെ തൃശ്ശൂർക്ക് അയച്ചു. തൃശ്ശൂർക്കും കൊറിയർ അയച്ചു. അത് ക്ലോത്തിന്റെ ആയിരുന്നു കേട്ടോ. ഞാനപ്പോ അത് ഇതിന്റെ ഒപ്പം ക്ലോത്തിന്റെയും കൂടി ചെയ്യാന്ന് വിചാരിച്ചിട്ട് അതിന് പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. അപ്പൊ ചെടിയുടെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ആയിട്ട്. അപ്പൊ അതും അയച്ച് അതും എനിക്ക് അത്യാവശ്യം നല്ല എമൗണ്ട് കിട്ടി. അതിന് ഇത് രണ്ടും എനിക്ക് തോന്നുന്നു ഒരു പ്രാവശ്യം നമ്മളിപ്പോ ഇൻഫ്ലുവൻസർ ആയാലേ നമുക്ക് അത്യാവശ്യം നമ്മൾ ഇടുന്ന സാധനങ്ങൾക്ക് ഏറെക്കുറെ സെയിൽ ആവാനുള്ള സാധ്യത കൂടുതലാണ്. അതിന്ന് എനിക്ക് ഇപ്പൊ അയച്ച് 10,000 റുപ്യയുടെ നമുക്ക് ഉണ്ട് ഒരാഴ്ച. ഒരു ആഗ്രഹം, ഒരു ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹം വന്നു, എന്നിട്ട് ഒരു ചാനൽ തുടങ്ങി, പിന്നീട് അതിലൂടെ വരുമ്പം ഭയങ്കരമായിട്ടൊരു സന്തോഷം തോന്നും. ഇനി പോട്ട്സും ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. പോട്ടുകളും ചെടികൾക്ക് ആവശ്യമായ പോട്ടുകൾ എടുത്തിട്ട് നമ്മൾ അതിക്ക് വെച്ചിട്ട് ഫുള്ളായിട്ട് ഇറങ്ങിയിട്ടില്ല. പയ്യെ അല്ല, പയ്യെ ഇതിന് നമുക്ക് ചെയ്യാന്നുള്ള രീതിയിൽ. എന്ത് ചെയ്യാൻ പറ്റും? അതായത് യൂട്യൂബിൽ ഇപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം വെച്ചാൽ, യൂട്യൂബിൽ നമുക്ക് ഇ-കൊമേഴ്സ് വെബ്സൈറ്റുകളുമായിട്ട് നമ്മൾ ഷോപ്പിഫൈ പോലെയുള്ള സൈറ്റുകളുണ്ട്. അതുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും നമ്മുടെ മോണിറ്റൈസേഷൻ ആയ ചാനലുകൾ. അപ്പോൾ അതിനുള്ള ഒരു ബിസിനസ് സാധ്യത പറയാൻ നമ്മൾ വിചാരിക്കുന്നതിലപ്പുറമാണ്. കാരണം അങ്ങനെ ഒരു ഇപ്പോൾ പോട്ട്സ്, കുറേ തരത്തിലുള്ള പോട്ട്സ് നമ്മൾ ഓൺലൈൻ സെയിൽ ചെയ്യാൻ ഇടുന്നു, ഒരു വെബ്സൈറ്റ് ആക്കുന്നു, ഷോപ്പിഫൈയിലാക്കുന്നു, അതിനെ കണക്ട് ചെയ്യുന്നു. അതിന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ചാനലിലൂടെ വരുന്ന ഓഡിയൻസിനെ അത് ബൈ ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് വലിയ വോളിയൂം ഓഫ് സെയിലൊക്കെ വരാൻ സാധ്യത. അങ്ങനെ ഇപ്പോൾ ലക്ഷങ്ങളും കോടികളൊക്കെ ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ നമ്മുടെ കേരളത്തിലുണ്ടോയെന്ന് എനിക്കറിയില്ല. എന്തായാലും കേരളത്തിൻ്റെ പുറത്തൊക്കെ ഇഷ്ടംപോലെ ആളുകൾ വലിയ രീതിയിൽ ചെയ്യുന്നുണ്ട്. കാരണം യൂട്യൂബിന് ശരിയായ പൊട്ടൻഷ്യൽ എല്ലാവർക്കും അറിയില്ല എന്നുള്ളതാണ്. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു സാധാരണ രീതിയിലുള്ള ഒരു വീട്ടമ്മമാർക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യമാണ്. പിന്നെ ബോഗൺവില്ലയാണെന്ന് തോന്നുന്നല്ലേ കൂടുതൽ പിന്നെ വീഡിയോ ക്ലിക്കായത്? ബോഗൻവില്ല ഫസ്റ്റ് ക്ലിക്ക് ആയത് അതൊരു പഴയ വീഡിയോ ആയിരുന്നു ബോഗൻവില്ലയുടെ. അത് ഞാൻ എന്റെ മോണിറ്റൈസേഷൻ ആവണായിട്ട് മുന്നേ ചെയ്ത വീഡിയോ, തീരെ വ്യൂ ഇല്ലാത്ത വീഡിയോ. അപ്പൊ സാറ് കമ്പനിയിൽ മാറ്റേണ്ട കാര്യവും ക്ലിപ്പ് ഇടുന്നതിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോ സീസണ് അനുസരിച്ചിട്ട് അപ്പൊ ഞാൻ ആ പഴയ വീഡിയോ ഒന്ന് ഇട്ടതാണ്. അപ്പൊ അത് ഫസ്റ്റ് എനിക്കൊരു 1,00,000 മേലെ വ്യൂ വന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് മറ്റേ വേപ്പാണ്, വേപ്പിന്റെയാണ് എനിക്ക് ഇപ്പൊ പോപ്പുലർ ആയിട്ട്. ഇപ്പൊ എനിക്ക് എല്ലാ മാസവും അത്യാവശ്യം നല്ല ഏതെങ്കിലും ഒരു വീഡിയോ നല്ല വ്യൂ കിട്ടും. പിന്നെ പ്ലാസ്റ്റിക് ബോട്ടിലിന്റെ ക്രാഫ്റ്റ്, അത് 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 നല്ല അത് വെച്ചിട്ട് ഇപ്പൊ ചെയ്യുമ്പോ എല്ലാ വീഡിയോസും പ്ലാസ്റ്റിക് ബോട്ടില് എങ്ങനെ എന്ത് റീയൂസ് എങ്ങനെ ആക്കിയാലും അതിന് വ്യൂ ഉണ്ട്. അല്ല, അത് ഓഡിയൻസ് ബിൽഡ് ആയതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. കാരണം പിന്നെ ചിലപ്പോൾ തുടക്കക്കാരായ ഒരാൾ പെട്ടെന്ന് ചെയ്താൽ കിടണമെന്നില്ല. പക്ഷെ ഇങ്ങനെ ഓരോ പല വിഷയങ്ങൾ ചെയ്താൽ വരും. പിന്നെ മുന്നത്തെ മാസം വരെ RPM ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതിപ്പോ റെഡിയായി. സാറ് പറഞ്ഞ ആ ഒരു ഹൗ ടു വെച്ചപ്പോ എനിക്ക് അത് RPM വ്യത്യാസമുണ്ട് കേട്ടോ. സാർ എന്നോട് പറഞ്ഞല്ലോ ഹൗ ടു വെച്ചിട്ട് ചെയ്യാൻ പറഞ്ഞല്ലോ. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച എന്തുകൊണ്ടാണ് തോന്നുന്നു, കഴിഞ്ഞ ആഴ്ച അല്ല, ഈ മാസം ഞാൻ തോന്നണത് RPM നല്ല ഇത് ഉണ്ടായിരുന്നു, പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ അതാണ് ഇത്രയും വ്യൂസ് വന്നിട്ടും നമുക്ക് എമൗണ്ട് വളരെ കുറവായത്. പക്ഷെ ഇപ്പൊ എനിക്ക് RPM മെച്ചപ്പെട്ടിട്ടുണ്ട്. സാറ് പറഞ്ഞതിനായിട്ടുള്ള എല്ലാ വീഡിയോസിനും മെച്ചപ്പെട്ടു. ഇപ്പൊ എനിക്ക് സ്റ്റേറ്റ് മറ്റേ ഇത് എന്താ പറയാ ഓഡിയൻസിന്റെ അത് മറ്റേ ഇന്ത്യ മാത്രമായിരുന്നു. പക്ഷെ ഇത് ആ ഒരു ടൈറ്റില് ആ ഒരു മലയാളം, ഇംഗ്ലീഷ്, പിന്നെ അതുപോലെ കീവേഡ് ആ ഒരു മെത്തേഡ് കൊണ്ടുവന്നപ്പോ അതിലും ഈ ഹൗ ടു തന്നെയാണ് മെയിൻ ആയിട്ടുള്ള ആ ഒരു അത് വരണം. അത് വരുമ്പോഴാണ് എനിക്ക് ആ ഒരു ഇത് കിട്ടണം. അപ്പൊ എനിക്ക് പിന്നെ ഷാർജ ഇവിടെ US അതായത് ഈ ഹൗ ടുവിന്റെ ഒരു ഇത് ഞാൻ ചോദിക്കട്ടെ, കാരണം ഈ കാണുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഡൗട്ട് ഉണ്ടാവും. ഹൗ ടു നമ്മൾ കാറ്റഗറിയിലുള്ള ഹൗ ടു ആണോ, എല്ലാ ടൈറ്റിൽ മാറ്റിയ ഹൗ ടുവിനെ കുറിച്ചിട്ടാണോ പറയുന്നത്? ടൈറ്റില് ഹൗ ടു ഞാന് പിന്നെ കാറ്റഗറിയിലൊന്നും മാറ്റാൻ പോയില്ല. കാറ്റഗറി സാറ് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, IT സ്റ്റുഡിയോയില് എന്തൊക്കെ ചേർക്കണ്ട അത് കുറെ ചേർത്തിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും ഞാൻ മാറ്റം വരുത്തിയില്ല. ഇതില് ടൈറ്റില് സാർ അന്ന് ഹൗ ടു മാറ്റാൻ വന്നപ്പോ അന്ന് ഹൗ ടു മാറ്റിയപ്പോഴാണ് എനിക്ക് ആ ഒരു വേപ്പിന്റെ വീഡിയോ 3,00,000 സബ്സ്ക്രൈബ് വ്യൂസ്. എന്ന് തോന്നുന്നു വ്യൂസ്. ഒരു കാലത്ത് നമ്മളെ ഞാൻ ഷോർട്സ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഷോർട്സ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പിൽ എപ്പോഴും എതിർക്കുന്ന ആളായിരുന്നു. ഇനി അതിന് ഷോർട്സ് എന്ന് വെച്ചാല് മോളെ ഷോർട്സ് ചാനലാണ്. മോള് മില്യണും വ്യൂസ് ഒക്കെ മോളെ ഷോർട്സ് ചാനൽ. അവള് അനിമേഷൻ ചെയ്യണോണ്ട് ചെറിയ ചെറിയ
സെക്കൻഡുള്ള അവളുടെ വീഡിയോസുകൾ. അപ്പൊ നമ്മള് ആ ഫസ്റ്റിലെ തുടങ്ങുമ്പോ തന്നെ ഇങ്ങനെ ചെടികളിലെ ചെറിയ ചെറിയ സാറ് കളിയാക്കിയെന്ന പോലെ എന്ന് രാവിലെ ഒരു ഫോൺ എടുത്തിട്ട് ചെടികളുടെ ഫോട്ടോ ഇങ്ങനെ ഷോർട്സ് ആയിട്ട് വിടാന്ന് പറയുന്ന പോലെ നമ്മൾ എന്നും ഇങ്ങനെ ഷോർട്സ് ഇടുമായിരുന്നു. അതും ദിവസം 6 വീതം ഇടുമായിരുന്നു. എന്റെ വിചാരം ഷോർട്സിനൊക്കെ നല്ല ഇത് കിട്ടുമെന്നാണ്. പക്ഷെ ഷോർട്സ് നിർത്തിയപ്പോഴാണ് വീഡിയോസിന് വ്യൂസ് വരാൻ തുടങ്ങിയത്. പിന്നെ ഞാൻ ഇന്ന് ഷോർട്സും വീഡിയോയും കൂടിയിട്ട് കൊണ്ടുപോകാന്ന് വിചാരിച്ചപ്പോഴും എനിക്ക് വീഡിയോസിന് പിന്നെയും അത് തീരെ വ്യൂ ഇല്ലാതെ പിന്നെ ഇപ്പൊ കംപ്ലീറ്റ് ഷോർട്സ് നിർത്തി. ഷോർട്സ് കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്തിട്ട് ലോങ് വീഡിയോ മാത്രമാക്കി. അപ്പോൾ കയറിപ്പോയി. ആ